ദൈവം നമുക്കോരോരുത്തർക്കും ദർശനങ്ങൾ നൽകാറുണ്ട്. ഓരോരുത്തർക്കും കിട്ടിയിട്ടുള്ള ദർശനങ്ങൾക്കനുസരിച്ച് നാം നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ദർശനങ്ങൾ കിട്ടുന്നതും ദർശനങ്ങൾക്കനുസരിച്ച് ആത്മീയ ജീവിതം തുടങ്ങുന്നതും നല്ല കാര്യം. എന്നാൽ ദർശനങ്ങളുടെ പര്യവസാനം സർവപ്രധാനമാണ്. ദർശനങ്ങളുടെ തുടക്കത്തിനും ഒടുക്കത്തിനും ഇടയ്ക്കുള്ള കാലയളവ് ഒരുപക്ഷെ നാം ചിന്തിക്കുന്നതിലുമുപരി ദീർഘമായേക്കാം, വളരെ കാഠിന്യമേറിയതുമായിരിക്കാം. പഴയ നിയമഭക്തനായിരുന്ന നോഹയ്ക്ക് പെട്ടകം പണിയുക എന്നൊരു മഹത്തായ ദർശനം ദൈവം നൽകുകയുണ്ടായി. ദൈവശബ്ദം കേട്ട നാൾ തുടങ്ങി പെട്ടകം അരരാത്ത് പർവ്വതത്തിൽ ഉറയ്ക്കുന്നത് വരെയുള്ള കാലയളവ് ദീർഘവും കാഠിന്യമേറിയതുമായിരുന്നു. 300 മുഴം നീളവും 50 മുഴം വീതിയും 30 മുഴം ഉയരവുമുള്ള പെട്ടകം പണിയുവാൻ നോഹ 50 വർഷം എടുത്തുവെന്നും 70 വർഷം വരെ എടുത്തുവെന്നുമുള്ള കണക്കുകളുണ്ട്. അതൊരു അസാധാരണമായ ദൗത്യമായിരുന്നു. എന്നാൽ തിരുവചനം ആവർത്തിച്ച് പറയുന്നത് ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു, അങ്ങനെ തന്നെ അവൻ ചെയ്തു എന്നാണ്. ദർശനങ്ങൾ ലഭിക്കുന്നത് വളരെ നല്ലതും അത്യാവശ്യമായൊരു കാര്യമത്രേ. എന്നാൽ ദർശനങ്ങൾ ലഭിക്കുമ്പോൾ ദൈവം പറയുന്നത് അങ്ങനെ തന്നെ ചെയ്യുവാൻ കഴിയണം. നോഹയുടെ പെട്ടകത്തിനുള്ളിലെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് സങ്കല്പിക്കാം. അദ്ദേഹത്തിന് മിക്കവാറും വേണ്ടത്ര ഉറക്കം കിട്ടിക്കാണുകയില്ലായിരിക്കാം. 100 കണക്കിന് മൃഗങ്ങൾക്കും പക്ഷികൾക്കും ആഹാരം നൽകുകയും പെട്ടകം വൃത്തിയാക്കുകയും അവയൊക്കെ പരിപാലിക്കുകയും ചെയ്യുക ഒരു കഠിന ജോലി തന്നെയായിരുന്നു. നോഹ ആ കൃത്യം വളരെ ക്ഷമയോടും അനുസരണയോടും കൂടെ ചെയ്തു. നമ്മുടെയും ജീവിതത്തിൻ്റെ പിറകോട്ട് നോക്കിയാൽ കഠിനാധ്വാനത്തിൻ്റെ കഥകൾ പലതും പറയുവാനുണ്ടായിരിക്കാം. അവിടെയൊക്കെ ദൈവം നമ്മെ നടത്തി. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൻ്റെ നടുവിൽ പലരും ഈ യാത്ര എപ്പോൾ അവസാനിക്കും, ദൈവം എന്നോട് പറഞ്ഞ ദർശനത്തിൻ്റെ പര്യവസാനം എന്നാണ് എന്നീ ചോദ്യങ്ങൾ മനസ്സിൽ ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഇന്ന് നമ്മോട് പറയുവാനുള്ളത്, പ്രതീക്ഷയ്ക്ക് ഒട്ടും വക നൽകാത്ത വെള്ളത്താൽ ചുറ്റപ്പെട്ട കാഴ്ചകളായിരിക്കാം നമുക്ക് ചുറ്റും നാം കാണുക. എന്നാൽ ദർശനം തന്ന ദൈവം ദർശനത്തിൻ്റെ പര്യവസാനമായ അരരാത്ത് പർവ്വതം നമുക്ക് മുമ്പിൽ ഒരുക്കി വച്ചിട്ടുണ്ട്. നാം കാണുന്നത് വെള്ളമാണെങ്കിൽ കൂടിയും വെള്ളത്തിനടിയിൽ മറിഞ്ഞു കിടക്കുന്ന അരരാത്ത് പർവ്വതത്തിൽ ഒരു ദിവസം നാം ഉറയ്ക്കുക തന്നെ ചെയ്യും. അതുവരെയും ക്ഷമയോടെ അനുസരണയോടെ കാത്തിരിക്കാം. ദർശനം തന്ന ദൈവം അത് നിവർത്തിച്ചിരിക്കും. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.